ഹലോ ഗെയിമേഴ്സ്, MRC RPയിൽ പുതിയ ഗ്യാങ് നെയിമുമായിട്ട് അവരുടെ ഗ്യാങ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലെ മെമ്പേഴ്സും പുതിയ ഗ്യാങ് നെയിമും ഒപ്പം വേറെ ഏതൊക്കെ ഗ്യാങ്ങുകളാണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് ഷെയ്ക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എത്തിപ്പോ ബിലാലെ ഇതിലിപ്പോ RB സാധനൊക്കെ ഏതാ ഈ ഗ്യാങ്? മൂഡ് പോയല്ലോ ഇപ്പൊ. IGZ RB7ന്റെ ടോട്ടൽ ലിസ്റ്റ് നോക്കിയാൽ 18 പേരേ ഉള്ളൂ. 20 മിനിമം. അതുപോലും അറിഞ്ഞൂടാ അതൊക്കെ കൊണ്ടിട്ടേക്കുന്നു. ഇൻഗ്രഡ് ഗോൾസ് IGZ അത് ഒരു പേര് ഒരു മട്ടം കിട്ടില്ല. ഞാൻ ലൈവാ. ഇതേതാ MG3 ഒക്കെ പഴയ ഗ്യാങ് അല്ലേ? കൊറേ പേര് തിരിച്ച് ആക്റ്റീവ് ആവാൻ നോക്കുന്നുണ്ടല്ലേ കൊറേ ഗ്യാങ്. വലഹല്ല അപ്പൻ അത് നല്ല പേരാട്ടോ. വലഹല്ല ആക്ച്വലി VH കൊള്ളാം. റേഡിയോ നമ്പർ 71. ബ്ലാക്ക് ഗോൾഡ് വൈറ്റ്. ബ്ലാക്കും ഗോൾഡും വൈറ്റും കിട്ടുമോ അതിനെ? ബ്ലാക്കും ഗോൾഡും ഇവരല്ലേ VNB. റാംബോ രാജുഭായ് അപ്പാപ്പൻ. അപ്പാപ്പനും രാജുഭായ് ഒരു കോ ലീഡർ. അംബാൻ ചാപ്സ് ഷിബു DNL സ്പീഡോ ബോബി കൂപ്പർ ബുള്ള് മാൽപ്രോ മാരി ജാസി റയാൻ കരിമീൻ റൊസാരിയോ ഗെറ്റോ തുരുമ്പ് സൈക്കാരാ? ഗെറ്റോ അറിയണത് ഗോലിസോഡയാണോ? അല്ല വേറെ പ്ലെയറാ. നൈസ് നല്ല ലിസ്റ്റാ. നല്ല പേരാ വല്ലഹല്ല നല്ല പേരാ. നമ്മളതൊരു അങ്ങനത്തെ പേരല്ല ഗൈസ്. നമ്മളതൊരു ഒരു ഇംഗ്ലീഷ് ടച്ച് ഉള്ള പേരാ. ഇത് ഒരു അറബിക് ടച്ച് ഉണ്ട് ഇതിന്. ഗ്രീക്ക് സാധനം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് TV വേഴ്സസ് EVX. നമുക്ക് ഇന്നലെ സിറ്റുവേഷൻ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് EVXന്റെ പ്ലെയറിനെ ഹോസ്റ്റേജും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഫുള്ള് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിന്നതിന് ശേഷം ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കാനല്ലേ വന്നേ. നിർത്തിയിട്ടല്ലോ നിന്ന സമയത്ത് വന്ന് ചോദിക്കാൻ വന്നേ. ചോദിച്ചോണ്ടിരുന്നപ്പോഴാണ് നിങ്ങളെ കൊടുത്തിട്ട് ആരോ പറഞ്ഞത് എന്താ നിനക്ക് പ്രശ്നം വെച്ചിട്ട് വണ്ടി ഇരിക്കുന്നു. വണ്ടി ഇടിച്ച് വണ്ടി തട്ടിയ സിറ്റുവേഷൻ എടുക്കാൻ. നമ്മൾ ഈ വണ്ടി പിറ്റ് ചെയ്ത സമയത്ത് നമ്മള് വണ്ടി പിറ്റ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി പിറ്റ് ചെയ്ത് ഇതിനാണ് പറഞ്ഞിട്ട് ബുക്ക് കൂടെ നമ്മള് അപ്പൊ ഞാൻ അവിടെ കേറ്റിയുടെ ഗ്യാങ്ങില് അവരെ വണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അവരെ സംസാരിക്കാൻ വേണ്ടി വണ്ടി അങ്ങോട്ട് നിർത്തിയേക്കുക. ഇവര് അവിടെ നേരെ വരുവാണ്. ആ നേരെ വന്നിട്ടാണ് ഇടിച്ചിട്ട് ഇവര് നേരെ പോയി. അപ്പൊ എന്റെ കൂടെയുള്ള പയ്യൻ ഇടിച്ച് രണ്ടോടെ ഇടിച്ചിട്ട് ഇവരെ സൈഡിലോട്ട് ആക്കിയ സമയത്ത് ഞാൻ പോയി സംസാരിക്കാൻ പോയി. പിന്നെ കിട്ടൂടെ? ഇല്ല വാച്ച് പേഴ്സ് ഇതെല്ലാം നോക്കണ ആൾക്കാര്. വേറെ കേസുണ്ട്. പിന്നെ കള്ളന്മാരാണോ? പണ്ട് തേങ്ങട്ടുകൊണ്ട് പോയി കേസൊക്കെ ഉള്ള പറഞ്ഞില്ലേ? അല്ല എനിക്ക് അങ്ങനൊന്നും ഇല്ലണ്ടോ. ഇത് എനിക്ക് മനസ്സിലായിട്ടില്ലേ. അണ്ട് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല. വ്യക്തമാകുന്നില്ല. വ്യക്തമായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷ് ബ്രൂട്ടലും മോബിയും എല്ലാരും കൂടെ റോബറിക്ക് പോവുകയായിരുന്നു. റോബറി കഴിഞ്ഞ് വണ്ടി എടുക്കാൻ നേരം മറ്റേമാര് വണ്ടിയിൽ വന്നിട്ട് നമ്മുടെ വണ്ടിയെ ഒരു വട്ടം പിടിച്ചു, 2 വട്ടം പിടിച്ചു, 3 തവണ പിറ്റ് ചെയ്തു. പിറ്റ് ചെയ്ത സമയത്ത് ഇവന്മാര് ചോദിച്ചു ഇതെന്തിനാടാ ഈ കിടന്ന് പിറ്റ് ചെയ്ത്? ഉടനെ EVXൽ അവന്മാര് പറഞ്ഞു ഇത് ഒന്ന് പോയാടെ എടുക്കാൻ പറഞ്ഞിട്ട് പോയി. പക്ഷെ ആഷ് പറഞ്ഞ എന്തോ വിളിച്ചു. ഇവന്മാര് പറയുന്നു ഒന്ന് പോയാടെ ചെറുക്കാനെ പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സ്നൈപ്പിനും ആഷിനും ഇത് വീണ്ടും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കാം. വേണ്ടാന്ന് പറഞ്ഞു. കണ്ണാപ്പി ചൊറിയാൻ പോയി കഴിഞ്ഞാൽ മോന്ത അടിച്ചാൽ ഞാൻ ഇന്നൂടെ ഉള്ള കേട്ടോ. 2 ദിവസം ഇല്ലേ? എന്ത് പറ്റിയടാ?
ഇന്നലെ മറ്റേ രമേശൻ പോയി വലിച്ചടാ. എടാ നമ്മളെ എടാ മറ്റേ ഇവനിലടാ ഇസത്തേട്ടിന്റെ ലീഡർ രമേശൻ പോയി വലിച്ചു. ആ ഇറങ്ങി എനിക്ക് വരും നീലല്ല നീല് എനിക്ക് പിന്നാർക്കാ ജൂഡ് സ്റ്റീവ് കേക്കാം. മറ്റേ ഫ്ലെക്സ് കണ്ടോ ഫ്ലെക്സ് കണ്ടില്ല? ഇഷ്ടപ്പെട്ടോ? അല്ല ഓമനത്തുള്ള മോഹല്ലേ? എന്താടാ സൂപ്പറായിട്ട് എന്താ നിന്റെ തൊലിഞ്ഞ മോഹം തോണ്ടി നോക്കട്ടെ. ചിലപ്പോ നല്ലതായിരിക്കും. ചിലപ്പോ അല്ല തീട്ടം പോലെ തീട്ടം പോലെ ചിലപ്പോ തീട്ടം പോലെ കളിയാക്കണ്ട. ഒരു ഫ്ലെക്സ് ഈ സിറ്റി വെക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത നീ മനസ്സിലായി. ഫ്ലെക്സ് ഒരു ഫ്ലെക്സ് ഒരു സിറ്റിയുടെ യോഗ്യത പോലും ഇല്ലാത്ത പോടാ കണ്ടി ഇറങ്ങി പോടാ കണ്ടി ഇറങ്ങി നിന്നെപ്പോ നീ കൊടക്കല്ലേ കൊടക്കല്ലേ നീ മറ്റേ നിന്നെപ്പോലെ നിന്നെപ്പോലെ കണ്ടിട ഈ സിറ്റിയിലെ ഒരു സിറ്റിയിൽ നിന്റെ ഫ്ലെക്സ് വെക്കാൻ പോകുന്നില്ല. മനസ്സിലായടാ? കണ്ടി പോടാ കണ്ടി ഇറങ്ങി നീ എന്താ പോടാ പോടാ ഒന്ന് ഞാൻ വന്നേക്കുന്നത് എന്റെ നിന്റെ തോലിഞ്ഞ മറ്റേ പശുവിന്റെ ചന്തി ഉണ്ടല്ലോ, പശുവിന്റെ ചന്തിന് ചാണകം വരുമ്പോൾ പോലെ നിന്റെ പോയിരിക്കുന്നത് പശുവിന്റെ ചന്തിയില്. ആ മുഖം നിന്റെ കൊണ്ട് വെച്ചില്ലേ? ആ മുഖം പക്ഷെ വലിയ അടിച്ചു വിട്ട് അടിച്ച് ഉറക്കി വിടുന്നുണ്ടാ. വലിയ കുടക്കൽ കുടക്കല്ലേ ഓണാ കണ്ടി ഇറങ്ങി നീ വന്നേക്കുന്നത് കിഴപ്പ് വന്നേക്കുന്നത് ഓണാ. ഞാൻ മാനുമായിട്ടാണ് അവരുടെ ഫ്ലെക്സ് ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ അവൻ ആക്കി പറയേണ്ട ആരും അവൻ ആക്കി പറയണ്ട. അയ്യോ നീ മറ്റേ നമുക്ക് എന്താ ബുദ്ധി നമ്മളുടെ ബുദ്ധി ഇല്ലാത്തവനാണോ വിചാരിച്ചത്? അവൻ മറ്റേ നീ ആക്കിയെ ഉണ്ടാക്കിയല്ലോ പറഞ്ഞു. ഞാൻ ആക്കി ഉണ്ടാക്കിയ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടോടാ. കേട്ടോടാ കേട്ടോടാ മറ്റേ കൊതമുഖ ഓടാ കൊതമുഖ ഇറങ്ങി ഓടാ കൊതമുഖ ഇറങ്ങി. എടാ ഹലോ ഹലോ എടാ 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 ഒന്ന് എടാ റിപ്പയർ വന്നടാ ഭയമാര് സിറ്റുവേഷൻ റിപ്പയർ വന്നേ. എന്താടാ കണ്ടി നീ അങ്ങ് പോയോ ഞാൻ മാന്യമായിട്ടില്ല മാന്യമായിട്ട് ചോദിക്കുന്ന ഫ്ലെക്സ് ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചത്. നീ ആക്കിയ പറഞ്ഞത് മനസ്സിലാവാനുള്ള ബുദ്ധിയില്ല. ബോബുണ്ടായിരുന്ന ബോബ് നീ കണ്ടിട്ടുണ്ടെങ്കിലോ നീ ആക്കിയ പറഞ്ഞത് മനസ്സിലാവടാ. നീ കുണക്കാതെ കുണക്കാതെ നീ അങ്ങ് മറ്റേ നല്ല പിള്ളേമേതെ നീ ഇത്ര നേരം കുണച്ചിട്ട് കിടക്കണതൊക്കെ നല്ല പിള്ളേമേതെ കേട്ടോ. അങ്ങനത്തെ വേർഡൊന്നും ഉപയോഗിക്കരുത്, മനസ്സിലായോ? എടാ ഉളുപ്പുണ്ടോടാ ഇവന്മാർക്കൊക്കെ? സത്യം പറഞ്ഞ ഉളുപ്പുണ്ടോ ഇവന്മാർക്ക്? ഞാൻ ഫയർ ആക്കിയതോ? ഞാനിവിടെ ചാറ്റ് നോക്കിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോടാ. ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഏതോ ഒരുത്തൻ എന്തോ പറയുന്നതും കേട്ടിട്ട് വാണങ്ങള് സീരിയസ്ലി ഉണ്ടല്ലോ. നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ട് മക്കളെ, സൂപ്പർ. കൊടുക്കടാ അവന്മാരെ വായി കൊടുക്കാം. ഇറങ്ങിയിട്ടുണ്ടേ അവിടെ നിന്ന് നമ്മളല്ലേ ഇവിടെ വണ്ടി ഓടിക്കണം. നമ്മുടെ വണ്ടി ഓടിക്കണം. നമ്മുടെ വണ്ടി ഓടിച്ചേ എന്നടിക്കല്ലേ ഞാൻ എന്നടിക്കല്ലേ ഇങ്ങോട്ടോ
പണ്ണട അവന്റെയൊക്കെ കേഴങ്ങ പണ്ണടാ കിടക്കടാ നീയൊക്കെ നിന്റെയൊക്കെ കോപ്പിലെ കേടാ നിനക്ക് നീ അണ്ണൂരത്തോളം നിന്റെ കേടെന്താ നിന്റെ കേടപ്പണം തീർന്നോ നിന്റെയൊക്കെ കേടാ അവന്റെയൊക്കെ കോണത്തിലെ കേടാ അവന്റെയൊക്കെ കിടക്കടാ അവന്റെയൊക്കെ കേടാ പോടാ കണ്ടി നീയൊക്കെ ഒന്നുകൂടെ ജനിക്കണം മനസ്സിലായി തുടരണമെങ്കിൽ നീയൊക്കെ അണ്ണൂനെ തൊട്ടിട്ട് എങ്ങനെ ഇവൻ തന്നെ ഇവന് വേണ്ട ഓക്കെ ആയിട്ട് എനിക്ക് വേണ്ട മറ്റവനെയാണ് ആ ലാസ്റ്റ് കുണച്ചവനുണ്ടല്ലോ എന്ത് അവന്റെ പേര് ലാസ്റ്റ് ഒരുത്ത വന്നിട്ട് കണ്ണാപ്പി എന്ന് പറഞ്ഞ കൊണ പറഞ്ഞില്ല എന്റെ അടുത്ത് ബാലിനെടുത്തു നിന്റെയൊക്കെ കേടാ നിന്റെയൊക്കെ കണ്ടിക്കേടാ നിന്റെയൊക്കെ കിഴപ്പം കിട്ടുന്നല്ലോ വായി കിട്ടിയല്ലോ നിന്റെയൊക്കെ കേഴ എടാ എനിക്ക് വേണ്ടടാ ലാസ്റ്റ് വന്ന് മെസ്റ്റ് അടിക്കാൻ വന്നിട്ട് അണ്ണ ലാസ്റ്റ് അണ്ണ ഒരുത്തരാണ് മുട്ട ഗുണമായിട്ട് വന്ന് അണ്ണൂരെ തല്ലി ഒരുത്തരാണ് അവനെയാണോ വേണ്ടത് അവനെയാണ് വേണ്ടത് എടാ ബാല ലാസ്റ്റ് കുണച്ചവനെ അറിയത്തില്ല അവനെ ഒന്ന് പിടിച്ചാണ് വന്ന് ആള് പറഞ്ഞ നേരെ വണ്ടി എടുത്ത് വന്നേ മെസ്സായിട്ട് കേട്ടാ നേരെ വഴിയെടുത്ത് വന്നയാ നമ്മളെല്ലാം വിട്ടിട്ട് പോയപ്പോ അവന്റെ ഒരു കുറച്ച് ചൊറി ഉണ്ടായിരുന്നു ലാസ്റ്റ് മനസ്സിലായേ നിനക്ക് അതാണ് വിധിച്ചിട്ടുള്ളത് മറ്റേ തേക്കെടുക്കുന്ന പോലെ പരിപാടിയല്ലേ ഇത് തോക്കെടുത്ത് വെടിവെക്കണം ഈ പരിപാടി ജട്ടികളെന്തോ മാറ്റിയിട്ടുണ്ട് അണ്ണുദേ ഇവിടെ താഴോട്ട് വെടിവെച്ചാൽ കാര്യം പറയാം ആളുണ്ടോന്ന് നോക്കിയിട്ട് വേണം കൊണ പറയാനും മാസ് അടിക്കാനും മനസ്സിലായല്ലോ ഒന്നുകൂടെ ലാസ്റ്റ് ആയിട്ട് ഇത് കുറെ വട്ടം ഞാൻ പറഞ്ഞു ഇനി പറയാൻ നിൽക്കില്ല പറയാൻ നിൽക്കില്ല അതിനെപ്പിന്നെ വെളിയിലിരുന്നത് കാണേണ്ടി വരും മനസ്സിലായല്ലോ മനസ്സിലായി ഇത് മനസ്സിലാക്കി വെച്ചോണം അല്ലാതെ ഇവിടുന്ന് ഒരുത്തനെ ഹോസ്റ്റേജ് കൊണ്ടിട്ട് അവരാധിക്കുന്ന കാണാൻ എനിക്ക് പറ്റൂല മനസ്സിലായ ആള് വന്നതിന് ശേഷം കൊണയൊക്കെ ആള് വന്നതിന് ശേഷം കണ്ണാപ്പി കണ്ടോണ്ടിരിക്കുക വെളിയിൽ നിന്ന് എന്റെ അടുത്ത് തർക്കിക്കരുത് ഞാൻ പറഞ്ഞേക്കാം മര്യാദക്ക് പറയുവാ അമ്മമാരാണ് വന്ന സിറ്റുവേഷൻ എടുത്തത് എനിക്കത് അറിയാം ഞാൻ ഒന്നും പറയുന്നില്ല ആളുള്ള ദിവസം ഇല്ലാത്ത ദിവസം ഓരോ ദിവസം ഞാൻ പറയാറുണ്ട് ഇന്ന് ഈ 10 പേര് പോലും ലിസ്റ്റ് ഇട്ടിട്ടില്ല ഇത് ജോക്കി അടിച്ചോണ്ട് കയറിയതാണ് ഇവിടെ മനസ്സിലായ ജോക്കി അടിച്ചാണ് 10 പേര് പോലും ലിസ്റ്റ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഹോസ്റ്റ് പറയാം നീ മറ്റേ ഹോസ്റ്റേജ് ആവാൻ കണ്ടന്റ് എടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞോട്ടെ നീ കണ്ണാടി എടുക്കാനൊക്കെ പോവാന്ന് പറഞ്ഞല്ലോ പറയുന്ന കേക്ക് നിനക്ക് പോയിരുന്ന് കോപ്രായം കാണിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്റെ ഗ്യാങ്ങിൽ ഒരുത്തൻ അങ്ങനെ പോയിരിക്കുന്ന കാണാൻ എനിക്ക് പറ്റത്തില്ല മനസ്സിലായോ അതുകൊണ്ട് ഇനിഷ്യലി സീരിയസ് ആയിട്ട് കളിച്ചോളാം പറ്റാത്തവരോടെ കളിക്കണ്ട മനസ്സിലായോ എല്ലാവരും കോപ്രാണ് അല്ലാത്തവരുടെ സിറ്റുവേഷൻ എടുക്കണ്ട മനസ്സിലാക്കുന്നതിന് മെനഞ്ഞാണ് മീറ്റിംഗ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ആളില്ലാത്തപ്പോ കയറി മാസടിക്കാൻ നിൽക്കുന്ന കുറെ എണ്ണം ഹലോ എല്ലാരും കൂടെ കിട്ടി എല്ലാവരുടെ പേര് പറഞ്ഞു അല്ല സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ബ്രോ വാണിംഗ് ഫയർ ഒക്കെ തന്നു നീക്ക് ആരെ ഗുണ്ടകളോ നല്ല തല്ലുകൊണ്ടില്ലേ ഇപ്പൊ അപ്പൊ എനിക്ക് പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം കോ ലീഡർ തന്നിട്ട് മോനെ ബാക്കി കണ്ടികളുടെ അടുത്ത് ചെയ്യുന്ന പോലെ ഇവന്മാരുടെ അടുത്ത് ചെയ്യരുത് നമുക്ക് ഇതുപോലെ തല്ല് കിട്ടുമെന്ന് മനസ്സിലാക്കി കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കണം അത് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ നീയൊക്കെ ഭയങ്കര മറ്റേ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് വാണിംഗ് ഫയർ വെച്ചൊക്കെ നീയൊക്കെ ആരാന്ന് പറഞ്ഞില്ലേ ആകാശത്തോട്ട് വെടിവെക്കൂല ആകാശത്തോട്ട് ഉണ്ട പോകുമ്പോ ആലോചിക്കണം ഇനി ഇതേപോലെ തലയ്ക്കൊണ്ട് കയറുന്നു കേട്ടോ തലതൊട്ട് കാലുവരെ ഉണ്ട വീണല്ലോ നിന്റെ അറ്റ്ലീസ്റ്റ് ഈ സിറ്റുവേഷനിൽ അന്തസ്സുണ്ടായിരുന്നു അവനൊരു നട്ടലുണ്ടെന്നെങ്കിലും പറയാം ഗ്യാങ് ആകുമ്പോഴേ ഒരു
ഇതൊക്കെ വേണം, മനസ്സിലായോ? അല്ലാതെ ഇങ്ങനല്ല കണ്ടവൻ പിടിച്ച വള്ളിക്ക് വേറെത്തം വന്ന് കക്കൂസ് എഴുതുന്ന ആ മര്യാദ നമ്മക്കുണ്ട്, ആ മര്യാദ നമ്മക്കുണ്ട്. നിന്റെ കോഴിയുടെ വാഴയ്ക്ക് അതില്ല. അത് നീ കഴിവ് അതല്ലടാ ഇവന്റെ ചോദിച്ചു വരച്ചില്ലേ നീ സാധാരണ എല്ലാ ഹോസ്റ്റേജും മെയിൻ ഹോസ്റ്റേജ് നീയല്ലേ? CVX മെയിൻ ഹോസ്റ്റേജ് നീയല്ലേ? അങ്ങനെ എനിക്ക് ഇന്നൊരു കാര്യം മനസ്സിലാടാ, ഇവനവിടെ പട്ടിയുടെ വിലയാടാ, ഇവനെ തന്നെ പറഞ്ഞു വിട്ടത്. പട്ടിയുടെ ഇവര് പട്ടിയുടെ വിലയുള്ളടാ. എനിക്ക് തോന്നണേ എല്ലാ ഗാങ്ങിലും ഹോസ്റ്റലിൽ ഇവനാന്ന് തോന്നുന്നു. ഇവനെ എനിക്കൊന്ന് റിക്രൂട്ട് ചെയ്താൽ എങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഹോസ്റ്റേജ് ആയിട്ട് വിടാനായിട്ടേ? മാറ്റവും ഇല്ല. അല്ലേ വിളിച്ചത് തന്നെ ഓടിച്ചെന്ന് എങ്ങനെ റിക്രൂട്ട് എടുക്കുന്ന എങ്ങനെയാടാ? ഹോസ്റ്റേജ് ആയിട്ട് കക്കൂസ് കഴിക്കാൻ അറിയാവോ? അങ്ങനെയൊക്കെ ചോദിക്കാം നിങ്ങള്. ഒരാള് വെടിവെക്കുക, ഒരാളെ കക്കൂസ് അതെ, ഒരാളെ കുനിഞ്ഞു കൊടുക്കുക. എനിക്ക് നിന്നെ നല്ല കണ്ണാപ്പി നിന്റെ ഇപ്പൊ അവന്റെ അടുത്ത് സിറ്റുവേഷൻ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? നിക്ക് അവന്മാരത് ഇതാക്കി കഴിഞ്ഞിട്ട് പോയ രണ്ടാമത് അവന്മാരുടെ അടുത്ത് എന്തിനാ പോയി? ഫ്ലെക്സിന്റെ കാര്യം ചോദിക്കാൻ നിനക്ക് അവന്മാരെ കിട്ടിയുള്ളോ? അല്ല മുതുക്കിൽ നിന്റെ ചെലവിന് അടിച്ചു വെച്ചിരിക്കുന്ന ഫ്ലെക്സ് ആണോ? നിന്റെ ചെലവിനാണോ ഫ്ലെക്സ് അടിച്ചു വെച്ചിരിക്കുന്നേ? നീ അഭിപ്രായം ചോദിക്കാൻ നീയാണോ ഫ്ലെക്സ് അടിച്ചു വെച്ചേക്കുന്നേ? എന്നിട്ട് രണ്ടാമത് അവന്മാരെ ചൊറിഞ്ഞല്ലേ നീ ഒരാവശ്യമില്ലാതെ? നീ എന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്യല്ലേ നീ അതിരുന്ന്? കണ്ണാപ്പി ഞാൻ മര്യാദക്ക് പറയുക, കഴിഞ്ഞ മീറ്റിംഗിൽ പോലും ഞാൻ വളരെ കാര്യത്തോടുകൂടി പറഞ്ഞ കാര്യമാണ്. ആളില്ലെങ്കിൽ PVP എടുത്തത്. എനിക്ക് PVP എടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക്. ഈ പറയണത് പോലെ ഇവിടെ വന്നിട്ട് മറ്റേ ആളില്ലാത്ത സമയത്ത് മാസം അടിച്ച് എന്തും ചെയ്യാ. നീ എന്താ ചെയ്യുന്നേ? അല്ല ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, നീ ഈ സിറ്റുവേഷനും കഴിഞ്ഞ് നീ ഇതും കേട്ട് നീ നിന്റെ പാട്ടിന് പോയി കിടന്ന് ഉറങ്ങും? ഇല്ല വന്നിട്ടുണ്ടോ രാത്രിയിൽ എന്തെങ്കിലും സംസാരിക്കാൻ? അല്ല ഇത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ ഈ ഇടയ്ക്ക് ഏതിന് വന്നിട്ടുണ്ടാ? ഒരു സിറ്റുവേഷൻ പറഞ്ഞാ നീ എന്റെ അടുത്ത് ഈ ഇടയ്ക്ക് നടന്ന ഏതെങ്കിലും സിറ്റുവേഷൻ നീ അടക്കം തുടങ്ങി വെച്ച് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ സംസാരിക്കാൻ രാത്രിയിലെങ്കിലും നീ എന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? ഞാൻ BC കാണുമായിരുന്നു രാത്രിയില് ഒരു സമയത്ത്. സെർവറിലൊക്കെ പോയി സംസാരിക്കാൻ നീ അതില്ല. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാക്കണം. നീ എന്നിട്ട് പോയി ഇന്ന് ഹോസ്റ്റേജ് അവന്റെ കക്കൂസും കഴുകി കൊടുത്തിട്ട് നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. എനിക്ക് അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല, മനസ്സിലായി? എന്റെ പറ്റില്ല. കണ്ണാപ്പി 10 പേരെ ഉണ്ടായിരുന്നുള്ളൂ ലിസ്റ്റില്. നിനക്ക് ബാക്കി കാണുന്നവർക്കും ബാക്കിയുള്ള ആൾക്കാർക്ക് പറഞ്ഞില്ല. 10 പേരെ ഉള്ള അവൈലബിൾ എന്ന് പറഞ്ഞു. ഇന്ന് 10 പേര്. അല്ല ഇന്ന് ഇത്രയും പേര് എങ്ങനെ ഇവിടെ വന്നേ? ഇന്ന് ഇത്രയും പേര് എവിടെ എങ്ങനെ വന്നത്? എടാ അത് കൂട്ടത്തിലുള്ള എല്ലാവരുടെ അടുത്തുള്ള ഒരു വിശ്വാസമാ. ആ വിശ്വാസത്തിന് പുറത്ത് ഇത്രയും മെമ്പേഴ്സ് ഇവിടെ നിൽക്കുന്നേ. കൂട്ടത്തിൽ ഒരുത്തിനെ കൊണ്ടുപോകരുതെന്ന് അത്രയ്ക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള ബോധം ഞാൻ ഇങ്ങനെ പറയണം. ഇടയ്ക്ക് പറയണോ നിനക്ക്? കണ്ണാപ്പി ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ ഈ ഷോഗോ സെന്റിമെന്റ്സും നിന്റെ ഈ ഇതൊക്കെ വെറും അഭിനയമാണെന്ന് പണ്ട് തൊട്ട് എനിക്കും അറിയാം, നിനക്കും അറിയാം. ഞാൻ ഒറ്റ കാര്യം ചെയ്യത്തുള്ളൂ. നീ പറയുമല്ലോ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ സോട്ട് റൊട്ടേറ്റ് വരുന്നതിനകത്തങ്ങ് എടുത്തിടും, അത്രേ ഉള്ളൂ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. നീ അടുത്ത ആഴ്ച നീ എന്തായാലും ഇത്രയും ചെയ്തല്ല. നീ ഈ ആഴ്ച നീ ഇതിൽ വേണ്ട. ഞാൻ ഈ ആഴ്ച നിന്നെ മാറ്റിട്ട് മെസ് പോയി ഇടുവാണ്. ഒരാഴ്ച വെളിയിൽ അവന്റെ അഭിനയം ഡ്രാമയും കണ്ടു കഴിഞ്ഞാൽ മറ്റേ ഞാൻ പൊട്ടൻ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നിനക്ക് എന്റെ വിനയകുമാറേ, ചാവല്ലോ അവനൊരു വിനയം ഉണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം നമുക്ക് പ്രീവാറും വാറും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. TV vs CVXന്റെ ആ ഒരു പ്രീവാറിൽ നമുക്ക് ഹരിത ബീസ്റ്റിന്റെയും അതുപോലെ തന്നെ അഡ്മിൻസ് POV നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ കുത്തി അടിച്ചു. ഇവിടെ കുത്തിരിച്ച് അടിച്ചടിച്ച് ഇവിടെ കുത്തിയടി കുത്തിയടി എല്ലാം അടിച്ച് അടിക്കടാ. എല്ലാം ഇറങ്ങും. കുത്തി. എടാ ഇതെന്താ ഫൈറ്റ് ആയെന്ന് മനസ്സിലായില്ല ഇവർക്ക്. ഇതെന്താണ് ഇവരിപ്പുറത്ത് വരുന്ന വാസം ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ TV ജോസഫ്
ഒസ്കാരി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഇവെക്സ് റാഷ്ഫോർഡ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ജർമ്മൻ കണ്ണാപ്പി ഒരു പിക്ക്. ഇവെക്സ് കാർ ഒരു പിക്ക്. പിന്നെ ഇവെക്സ് ക്രീമൺ ഒരു പിക്ക്. സിദ്ധു ഒരു പിക്ക്. കൈസോക്ക് ഒരു പിക്ക്. ഇറ്റാച്ച് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. സിദ്ധുവിന്റെ രണ്ടാമത്തെ ഇവെക്സ് ഇനിഷ്യലി നമ്മളെ കൊറേ പിക്ക് എടുത്ത്. വില്ലു ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ആഷ് ബ്രൂട്ടൽ ഒരു പിക്ക്. വില്ലു ഒരു പിക്ക്. ആഷ് ബ്രൂട്ടൽ ഒരു പിക്ക്. ഇവെക്സ് കൈസോക്ക് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ചിറക്കൽ ശ്രീയേരി ഒരു പിക്ക്. മദാർ ഒരു പിക്ക്. കൈസോക്കിന്റെ അടുത്തൊരു പിക്ക്. വ്ളാഡിമിർ സെലൻസ്കി ഒരു പിക്ക് എടുത്ത്. എന്റെ ഇവിടെ ബാല നിന്നോണ്ടാണ് ഞാൻ എക്സ്പോസ് ആയത്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് കറങ്ങി ഇങ്ങോട്ട് പോകുമ്പോ എനിക്ക് കുറച്ചുകൂടി അടിക്കാൻ പറ്റുമായിരുന്നു. ബാലൻ ഇവിടെ നിന്ന് ഓപ്പണിൽ നിന്ന് അടിച്ചിട്ട് പോച്ചക്കത്തി. അപ്പൊ മുച്ചിരി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ദിസ്കാർ ഒരു പിക്ക്. ഇറ്റാച്ചിയുടെ അടുത്തൊരു പിക്ക്. ബാലൻ കെ നായർ ഒരു പിക്ക്. ചന്ദ്രൻ ഒരു പിക്ക്. നീൽ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഇവെക്സ് പോഗ്ബ എടുത്തിരിക്കുന്നു ഒരു പിക്ക്. ഡെസ്ട്രോ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. അത്യാവശ്യം രണ്ട് സൈഡിൽ അത്യാവശ്യം പിക്ക് വന്നിട്ടുണ്ട്. ഇവെക്സ് ബ്ലേസ് വൈക്ക് ഒരു പിക്ക്. മുച്ചിരി ഒരു പിക്ക്. ഇറ്റാച്ചിയുടെ മൂന്നാമത്തെ പിക്ക്. ഇറ്റാച്ചി മൂന്നാമത്തെ പിക്ക്. നീല് രണ്ടാമത്തെ പിക്ക്. ഇവെക്സ് പോഗ്ബയുടെ അടുത്തൊരു പിക്ക്. രണ്ടാമത്തെ പിക്ക്. അസൻസി ഒരു പിക്ക് എടുത്തിരുന്നു. ഡോർക്കി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഡോർക്കിയുടെ അടുത്തൊരു പിക്ക്. വിഷയം കളിച്ചു അവിടെ. രണ്ടാമത്തെ പിക്ക്. സീൻസ് ഒരു പിക്ക് എടുത്തിരിക്കുന്നു. സീൻസ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇവെക്സിന്റെ ഭാഗത്ത് അതുപോലെ തന്നെ സിദ്ധുവിനെ കാണാൻ സാധിക്കുന്നു. മുച്ചിരി ഒരു പിക്ക്. സീൻസ് ഒരു അടുത്തൊരു പിക്ക്. സീൻസ് ഒരു അവിടെ മൂന്നാമത്തെ പിക്കാണ്. ഇറ്റാച്ചി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഇറ്റാച്ചി ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഐ തിങ്ക് ഇവെക്സിന്റെ ഭാഗത്ത് ഇവിഎക്സ് ഓൾ ഡൗൺ ആയെന്ന് തോന്നുന്നു. ഒരു കിടിലൻ ഫൈറ്റ്. ഒരു കിടിലൻ ഫൈറ്റ്. കംബാക്ക് അടിച്ചു നമ്മള്. ആൻഡ് ഇതിന് ശേഷം മെയിൻ ബാറും നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഹരി ദ ബീസ്റ്റിന്റെയും അഡ്മിൻസ് POV നമുക്കൊന്ന് കണ്ടു നോക്കാം. കുത്തിയടിയല്ല വണ്ടി കറങ്ങാന്ന് കുത്തടാ. എവിടെ നീയൊക്കെ പോയാ? ഓക്കെ എന്നാ തിരിച്ചത്. ആരും കുത്തിയിട്ടില്ലല്ലോ. ആരും കുത്തിയിട്ടില്ലല്ലോ. കുത്തി അവിടെ കുത്തിയടാ. കുത്തിയിട്ടുണ്ട്. കറങ്ങാ നിങ്ങൾ ഇരുന്ന് കറങ്ങി. കേരടി കുഴപ്പമില്ല. കേറി അടിച്ചേ ഇവനടിച്ചേ. റിഫ്രഷ് അടിച്ചിട്ടും ചത്ത. മുച്ചിരി TV മുച്ചിരി ബൂമറിനെ അടിക്കുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏബിസിനെ അടിക്കുന്നുണ്ട്. ബൂമർ ഡൗൺ ആയിരിക്കുന്നു. ഫ്ലിക്സ് ഹീറോ ജുഗ്രുവിനെ എടുത്തിട്ടുണ്ട്. നോക്കാം. അസൻസിയോനെ എടുത്തിട്ടുണ്ട്. ഏബൽ TV ഡെസ്ട്രോ. ഇവെക്സിലെല്ലാരും ഡൗൺ ആവുന്ന കഴിച്ച. ഇവിടെ ഒരാൾ കത്തിപ്പോയിരുന്നു കേട്ടോ. ഇവെക്സിൽ അവൻ ലാസ്റ്റ് വരും. അത് കാണിച്ചത് എന്താ പറ്റിയത്. ഓൾറെഡി GG ഇട്ടിട്ടുണ്ട്. ഇവെക്സിലെ ഒരു 1v2 സിറ്റുവേഷൻ 1v3 സിറ്റുവേഷൻ ഡൗൺ ആക്കിയിരിക്കുന്നു. അസൻസിയോ ഡൗൺ ആക്കിയിരിക്കുന്നു ഇവെക്സിലെ പ്ലെയറിനെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.